ദിലീപിന്റെ അറസ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളുമാണ് ഇന്ന് എല്ലാ സോഷ്യൽ നെറ്റ്വർക്സുകളിലും അതുമല്ലെങ്കിൽ എല്ലാ മീഡിയാസിലും നിറഞ്ഞു നിൽക്കുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ പബ്ലിക്കിന്റെ മാനസികാവസ്ഥയും ചിന്തകളും ഓരോ സമയവും ഓരോന്നായിരുന്നു. അതായത് ദിലീപാണ് ഈ കേസിലെ കുറ്റക്കാരൻ എന്ന ഊഹാപോഹങ്ങൾ മീഡിയാസ് വഴി വരുന്ന സമയത്ത് ദിലീപ് തന്നെയാണ് ഈ കുറ്റം ചെയ്തത് എന്ന മുൻവിധിയോടുകൂടി ഞാൻ അടങ്ങുന്ന നാം ഓരോരുത്തരും അതിനായുള്ള കാരണങ്ങൾക്കൊപ്പം തെളിവുകളും നിരത്താനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. നമ്മുടെ എല്ലാവരുടെയും മുൻവിധിയെ സാധൂകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വാസ്തവമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഓരോരുത്തരും സന്തോഷിക്കുകയായിരുന്നു. നമ്മുടെ മുൻവിധി ശരിയായിരുന്നു. അത് നമ്മുടെ മുൻവിധി ഒരുപക്ഷെ നമ്മുടെ കണ്ടെത്തലുകളായിട്ട് നമ്മൾ ചിത്രീകരിച്ചു. അതിന്റെ പേരിൽ നമ്മൾ വളരെ രോഷാകുലരായിട്ട് ദിലീപിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു, ഞാനടക്കം. എന്നാൽ നമ്മുടെ ആ ഒരു ദേഷ്യത്തില് നമ്മൾ എപ്പോഴും ചിന്തിച്ചിരുന്നത് ദിലീപ് തെറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ മാത്രമായിരുന്നു, അതിനായിട്ടുള്ള തെളിവുകൾക്കായിട്ടാണ് നമ്മൾ കാത്തിരുന്നത്. എന്നാൽ നമ്മുടെ ദേഷ്യം ഇപ്പൊ കുറെ കുറഞ്ഞു. നമ്മൾ ആ ഒരു സംഭവത്തിന്റെ റിയാലിറ്റിയെ ഉൾക്കൊള്ളാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ദിലീപ് തെറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ കണ്ടെത്തിയ അതേ മനസ്സുകൊണ്ട് നമ്മൾ വിചാരിച്ചു തുടങ്ങിയിരിക്കുന്നു, ദിലീപ് തെറ്റ് ചെയ്യാതിരിക്കാനും കാരണങ്ങളില്ലേ എന്ന്. ഇതാണ് മനുഷ്യന്റെ മനസ്സ്. നമ്മുടെ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ എന്തും പറയും, എന്തും ചെയ്യും. പക്ഷെ റിയാലിറ്റി ഉൾക്കൊണ്ട് കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറി ചിന്തിക്കും. ഇത് തന്നെ ആയിരിക്കില്ലേ ദിലീപിന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ടാവുക? കാരണം 2013 കേസിനാസ്പദമായിട്ടുള്ള സംഭവങ്ങളും വഴക്കും ഒക്കെ ഇവർക്കിടയിൽ നടക്കുന്നത്. ഈ വഴക്കിന്റെ സമയത്ത് നമ്മളാണെങ്കിൽ പോലും വഴക്ക് കൂടുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളെ വേദനിപ്പിക്കുക, വിഷമിപ്പിക്കുക എന്നുള്ളതിനും അപ്പുറത്തേക്ക് അയാൾ നമുക്ക് ആരായിരുന്നു, എന്തായിരുന്നു, ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നൊന്നും ചിന്തിക്കില്ല. ഇത് മനുഷ്യ സഹജമാണ്. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ അയാളോട് കൊന്നുകളയുന്ന വരെ നമ്മൾ ദേഷ്യം വന്ന് പറയാം. ഞാനൊക്കെ എന്റെ വളരെ അടുപ്പമുള്ള ആൾക്കാരോട് വഴക്ക് കൂടുമ്പോൾ ഞാൻ പറയും, നിങ്ങളെ കൊന്നുകളയുന്നതല്ല, അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയുന്നതല്ല എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മുടെ ആ ഒരു പിണക്കവും ദേഷ്യവും ഒക്കെ മാറുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവരുമായിട്ട് സഹകരിച്ചു പോകും. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരിക്കലും അവരോട് മിണ്ടാതാവും. പക്ഷെ നമ്മൾ അവർക്കൊരു വൈരാഗ്യം നമ്മുടെ മനസ്സിൽ അങ്ങനെ അവരെ ദ്രോഹിക്കണമെന്ന പരിധി ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യ സഹജമായ ഒരു സ്വഭാവം മനുഷ്യനുണ്ട് എന്ന് നാം ഓരോരുത്തരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദിലീപിന്റെ കാര്യത്തിലും അതുണ്ടായിക്കൂടെ? 2013 ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അയാളുടെ കുടുംബജീവിതം തകർക്കപ്പെട്ടുവെന്നോ അയാൾ കാരണം തന്നെ തകർന്നുവെന്നോ എന്ത് തന്നെയാണെങ്കിലും അതിന് കാരണക്കാരി ഈ കുട്ടിയാണ് എന്ന് അയാൾ വിശ്വസിച്ചുവെന്നോ എന്തൊക്കെയാണെങ്കിലും ആ സമയത്തുള്ള ദേഷ്യം മാറി കഴിയുമ്പോഴേക്കും മഞ്ജു വാര്യർ അയാളുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിയിരുന്നു. ഇനി ആ കുട്ടിയെ ദ്രോഹിച്ചതിന് ശേഷം അയാൾക്ക് എന്താണ് കിട്ടാനുള്ളത് എന്ന് അയാൾ ചിന്തിക്കില്ലേ? പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത്, മഞ്ജു വാര്യർ ഡിവോഴ്സ് ആയ സമയത്ത് തന്നെ ഇത്രയും വളരെ മിടുക്കിയായ ഒരു കരുത്തുറ്റ കലാകാരിയെ, നർത്തകിയെ വാതിലിനുള്ളിൽ ഒളിപ്പിച്ചതിന്റെ, ഇത്രയും നാൾ അടച്ചിട്ടതിന്റെ കാരണക്കാരൻ ദിലീപാണ് എന്നുള്ള നമ്മുടെയൊക്കെ ഒരു ബോധം കൊണ്ട് നമ്മളൊക്കെ ഇയാളെ പൂർണ്ണമായി ഇയാളോടൊരു വൈരാഗ്യവും ദേഷ്യവും ഒക്കെ നമ്മൾ എല്ലാവരിലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം എന്നോണം നമ്മൾ മഞ്ജു വാര്യരുടെ കഴിവുകളെ നമുക്ക് വിശ്വാസമുള്ളത് കൊണ്ട് നമ്മൾ 2 കൈ നീട്ടി അവരെ സ്വീകരിച്ചു. അവരുടെ ഓരോ പടവുകളിലും നമ്മൾ കൂടെ കയറി എന്നുള്ളതാണ് സത്യം. പക്ഷെ ദിലീപിനെ എപ്പോഴും നമ്മളൊരു തരത്തിൽ തഴഞ്ഞു. അത് കഴിഞ്ഞ് ഈ ഒരു വിവാദം കെട്ടടങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ആകുമ്പോഴാണ് ഇയാളുടെ തൃശ്ശൂരിന്റെ ആ ഒരു ഭൂമി ഇടപാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നത്. അപ്പോഴും അയാൾ വിവാദത്തിൽപ്പെട്ടു. അത് അപ്പോഴും ജനങ്ങളിൽ ഒരു ബാഡ് ഇമേജ് വന്നു. അതും കഴിഞ്ഞാണ് കാവ്യ മാധവന്റെയുമായിട്ടുള്ള വിവാഹം. അപ്പോൾ ഇയാളുടെ ഇമേജ് പൂർണ്ണമായി തകർന്നു. ഇയാളുടെ സിനിമകളൊക്കെ പൊളിയാൻ തുടങ്ങി. ഇയാളുടെ സിനിമകൾക്കുള്ള കഥാപാത്രങ്ങൾക്ക് യാതൊരു നിലവാരവും ഇല്ലാതായി. അങ്ങനെ ഇയാൾ മൊത്തം അടിപെട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഈ കുറച്ച് കാലയളവ്. ഈ ഒരു കാലയളവിൽ 2013 ഈ ദിലീപിന് അധികം നഷ്ടപ്പെടാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇയാൾ അതൊരു വലിയ ബിസിനസ്മാൻ ആയിരുന്നില്ല. അപ്പോൾ ഇപ്പൊ അയാൾ അങ്ങനെയല്ല. അപ്പൊ ഇത്രയും വിവാദങ്ങൾ നിലനിന്ന് അറം പറ്റി കിടക്കുന്ന ഒരു മനുഷ്യൻ വീണ്ടും ഒരു പ്രശ്നമുണ്ടാക്കി അയാൾ വിവാദ നായകനാകാൻ ശ്രമിക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അന്ന് കൊടുത്ത കൊട്ടേഷൻ അന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ദിലീപ് അത് വിട്ടിട്ടുണ്ടാവാം ഒരു പക്ഷേ. ഈ പറയുന്ന സുനിൽകുമാർ അത് വിട്ടിട്ടുണ്ടാവില്ല. അവൻ ഇന്ന് കാശിന് വല്ലതും ആവശ്യം വന്നപ്പോൾ ഇവൻ അന്ന് പണ്ട് പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞ് ഒരു പക്ഷെ ദിലീപിനെ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ കണക്കാക്കിയിട്ട് അയാൾ ചെയ്തത് ആകാനും സാധ്യതയുണ്ട്. പിന്നെ ഇനി അടുത്തത്, ഈ
സംഭവം നടക്കുന്ന ദിവസം ഇയാളുടെ അനിയൻ വളരെ പാനിക്കായിട്ട് ഇയാളുടെ വീട്ടിലേക്ക് കയറി പോകുന്നത് കണ്ടു എന്നൊരു അയൽവാസി പറഞ്ഞു. അത് നമ്മൾ പറഞ്ഞു ശരിയാണ്, അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടാവാം, കുറ്റം ചെയ്തതുകൊണ്ട് മാത്രമാണ് പാനിക്കായിട്ട് അയാൾ കയറി പോയതെന്ന്. അവിടെ മറ്റൊരു തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കുഴി ഒഴിച്ചിട്ട് ഒരാൾ ആ കുഴിയിൽ വീഴുന്നത് കാണാൻ കാത്തിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ പാനിക്കാവില്ല. അയാൾ വീണു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കും. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ പ്രിപ്പയർ ആയിട്ടുള്ള ഉത്തരങ്ങൾ നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. പക്ഷെ പണ്ടെങ്ങോ കുഴിച്ച കുഴിയിൽ ഇപ്പൊ അയാൾ വന്ന് വീണിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വെപ്രാളവും പരവേശമായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇത് തന്നെയായിരിക്കും ദിലീപിനും ഉണ്ടായിരിക്കുക. അയ്യോ, ഇനി ഞാൻ എന്ത് പറയും, ഇനി ഇതെല്ലാം കൂടി എന്റെ തലയിൽ തന്നെ വരില്ലേ, വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതെങ്ങനെ ഫേസ് ചെയ്യും, ഞാൻ എങ്ങനെ എന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടും, ഇതുമൂലം എനിക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവും എന്നൊക്കെ അയാൾ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. ഞാനും നിങ്ങളും ഒക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി അയാളുടെ മുന്നിലുള്ളത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അത് നിഷേധിക്കുകയാണ്. അതായിരിക്കും അയാൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അന്ന് നടന്ന ഒരു സംഭവം ഇന്ന് കുത്തിപ്പൊക്കി ഇയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തിട്ട് ദിലീപിനെ അതിൽ പെടുത്തുകയാണോ എന്നും നമുക്ക് അറിയില്ല. ഈ ഒരു വീഡിയോ ഒരാളും ദിലീപിന്റെ സപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഹാഷ്ടാഗ് ചെയ്യരുത്. ഇത് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ അല്ല. അയാൾ തെറ്റ് ചെയ്തിട്ട് ഉണ്ട് എങ്കിൽ പൂർണ്ണമായി അയാൾ ഈ ലോകത്ത് കിട്ടാവുന്ന, നമ്മുടെ ഇന്ത്യയിൽ കിട്ടാവുന്ന പരമോന്നത ശിക്ഷ തന്നെ അയാൾക്ക് കിട്ടിയിരിക്കണം. ഇനി അയാൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ ഇങ്ങനെയും കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അയാൾ അറസ്റ്റ് ചെയ്തു. ഇനി തെളിവുകളും കാര്യങ്ങളുമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടത് നിയമപീഠം തന്നെയാണ്. നമ്മൾ ഇനി അതിന്റെ പിന്നാലെ പോയിട്ട് ഇയാൾക്ക് വിനയുണ്ടാക്കിയിട്ട് പറഞ്ഞ് കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാണ്ടാക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇയാളോടുള്ള വൈരാഗ്യം വെച്ച് അലക്കി ഇപ്പൊ ഇയാളോട് സ്നേഹം തോന്നുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുത്. അത് ഈ പറഞ്ഞ പോലെ കേസിനെ പ്രതികൂലമായി തന്നെ ബാധിക്കും. ഇനി ഒരു താക്കീതാണ്. ദിലീപ് ആരും ആവട്ടെ, അയാൾ കുറ്റം ചെയ്തോ കുറ്റം ചെയ്തില്ലേ, അത് അയാളുടെ വേർഷൻ. ഇനി അഥവാ ദിലീപ് കുറ്റം ചെയ്താലും അയാൾ നന്നായിട്ട് ഊരി വരും. ഇനി അഥവാ കുറ്റം ചെയ്തില്ലെങ്കിലും അയാൾ നന്നായിട്ട് ഊരി വരും. കുറ്റം ചെയ്താലും ഊരി വരും. ഒരു യാചകനായിട്ടുള്ള ഗോവിന്ദച്ചാമി കുറ്റം ചെയ്തെടുത്ത് നിന്ന് പുഷ്പം പോലെ ഊരി വന്നു എങ്കിൽ ഉറപ്പായും ദിലീപ് ഊരി വരും. അത് സെക്കൻഡ് വേർഷൻ. നമ്മുടെ നിയമം അങ്ങനെയാണ് അനുശാസിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഷമി വക്കീലും ജയറാം വക്കീലും ദയവായി ക്ഷമിക്കുക. ഇതൊരു സാധാരണക്കാരിയുടെ വാക്കുകളാണ്. നിയമം പഠിച്ചിട്ടോ അല്ലെങ്കിൽ നിയമം അറിയാവുന്നിട്ടോ പറയുന്നതല്ല. അപ്പൊ ഇത് ഒരുപക്ഷെ നിങ്ങളുടെ നിയമപരമായിട്ടുള്ള ലോജിക്സ് ഒന്നും ഇതിനുണ്ടാവണം എന്നില്ല. കാരണം ഞാനത് എടുത്തു പറയാൻ കാരണം നിങ്ങൾ രണ്ടുപേരുമാണ് ഞാൻ എന്റെ പേജിൽ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന 2 അഡ്വക്കേറ്റ്സ്. അതുകൊണ്ടാണ്. ഇനി രണ്ടാമത്തേത്, ഒരു താക്കീത് എന്ന് പറയുന്നത്, ദിലീപിന്റെ പേരിൽ ആ ഒരു പെങ്കൊച്ചിന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വിഷ്വൽസോ വെച്ചിട്ട് ന്യൂസ് ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ആ കൊച്ച് എവിടെ പോയി ജീവിക്കുന്നു, എങ്ങോട്ട് ജീവിക്കുന്നു എന്ന് നമ്മൾ ആരും അറിയേണ്ട കാര്യമില്ല. കാരണം ആ കൊച്ച് നമ്മുടെ ആരുടെയും വീട്ടിൽ വന്നിട്ടില്ല എന്നെ ഒരു രാത്രി കിടത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതെവിടെയെങ്കിലും പോയി ഇരുന്നോട്ടെ. സ്കൂളിൽ പോകുന്നെങ്കിൽ സ്കൂളിൽ പോട്ടെ, ദുബായ് പോകണമെങ്കിൽ ദുബായ് പോട്ടെ, എവിടെ വേണമെങ്കിൽ പോയിക്കോട്ടെ. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ആ കൊച്ച് പെടയ്ക്കുന്ന മനസ്സോടുകൂടി അവൾ കാത്തിരിക്കുന്നത് അവളുടെ അച്ഛൻ കുറ്റവിമുക്തനായിട്ട് തിരിച്ചു വരാൻ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ ലോകത്ത് ഏറ്റവും അധികം അവളുടെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവൾ മാത്രമായിരിക്കും. അപ്പോൾ ആ ഒരു സിമ്പതി ആ കുഞ്ഞിനോട് കാണിക്കണം, ആ ഒരു ഇഷ്ടം ആ കുഞ്ഞിനോട് കാണിക്കണം. ആ കുഞ്ഞിന്റെ ഫോട്ടോയോ ആ കുഞ്ഞിന്റെ വാർത്തകളോ ഒന്നും തന്നെ ഏതെങ്കിലും ഒരു മീഡിയാസ് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ആ ഒരു വാർത്ത വരികയാണെങ്കിൽ ഇവന്മാരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ കപട നാടകത്തിന് നമ്മളാരും ഒരു ക്ലിക്ക് കൊണ്ടുപോലും സപ്പോർട്ട് കൊടുക്കരുത്. നമുക്കറിയണ്ട, നമുക്ക് കേട്ടാൽ മതി ആ കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായാൽ മതി. ഇത് ഒരു അമ്മയുടെയോ ഒരു ചേച്ചിയുടെയോ ഒക്കെ മനസ്സോടുകൂടി ഞാൻ പറയുന്ന കാര്യമാണ്. കാരണം എന്റെ വീട്ടിലും പെൺകുട്ടികളുള്ളതുകൊണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. വീണ്ടും പറയുന്നു, ദൈവത്തെ ഓർത്ത് ഇത് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ അല്ല. ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ കുറ്റക്കാരനാക്കാതിരിക്കാനുള്ള വീഡിയോയും അല്ല. അങ്ങനെ ഒരിക്കലും ഇത് ചിത്രീകരിക്കപ്പെടരുത്. ഓക്കെ, താങ്ക് യു.